ഹലോ ഗായ്സ്, PSC ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 PSC നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ 60 GK ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ? നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഓപ്ഷൻ ബി KM സിംഗ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും സ്ഥാനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി മുംബൈ. മുംബൈയാണ് സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. മൂന്നാമത്തെ ചോദ്യം, നെയിം ദ കറൻസി ഓഫ് ജപ്പാൻ, ജപ്പാന്റെ കറൻസി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ യെൻ. യെൻ ആണ് ജപ്പാന്റെ കറൻസി. നാലാമത്തെ ചോദ്യം, ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ച് പാഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്, ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് പാഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലാണ് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് പാഡ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം, എ മെത്തേഡ് ഓഫ് ഗ്രോവിംഗ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ പ്ലാന്റ്സ് വളർത്തുന്ന രീതിയാണ് ഓപ്ഷൻ സി ഹൈഡ്രോപോണിക്സ്. ഓപ്ഷൻ സി ഹൈഡ്രോപോണിക്സ്. ആറാമത്തെ ചോദ്യം, ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസ്, മൗറീഷ്യസിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം പഴയ ഓപ്ഷൻസ് ആണ്. ഇപ്പോഴത്തെ മൗറീഷ്യൻ പ്രൈം മിനിസ്റ്റർ ആണ് പ്രവീന്ദ് ജുഗ്നൌത്ത്. പ്രവീന്ദ് ജുഗ്നൌത്ത് ആണ് ഇപ്പോഴത്തെ മൗറീഷ്യൻ പ്രൈം മിനിസ്റ്റർ. എല്ലാവരും ഓർത്തിരിക്കുക, പ്രവീന്ദ് ജുഗ്നൌത്ത്. ഏഴാമത്തെ ചോദ്യം, നെയിം ദ ടിബറ്റൻ വേർഡ് ഫോർ ന്യൂ ഇയർ, ന്യൂ ഇയറിന്റെ ടിബറ്റൻ വേർഡ് ഏതാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ലൊസാർ. ലൊസാർ ആണ് ന്യൂ ഇയറിന്റെ ടിബറ്റൻ വേർഡ്. എട്ടാമത്തെ ചോദ്യം, വേർ ഡിഡ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സിറ്റുവേറ്റഡ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ഹേഗ്. ഹേഗിലാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, വേൾഡ് ടെലിവിഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ, വേൾഡ് ടെലിവിഷൻ ഡേ എന്നാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി നവംബർ 21. ഓപ്ഷൻ സി നവംബർ 21. പത്താമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ഏതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ കാൻബെറ. കാൻബെറയാണ് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ. 11ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ISRO, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് കെ ശിവൻ. കെ ശിവനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 12ാമത്തെ ചോദ്യം, വിച്ച് ബ്രിട്ടീഷ് വൈസ്രോയി വാസ് റിലേറ്റഡ് ടു സബ്സിഡറി അലയൻസ് സിസ്റ്റം, സബ്സിഡറി അലയൻസ് സിസ്റ്റം ഏത് വൈസ്രോയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ സി ലോർഡ് വെല്ലസ്ലി. ലോർഡ് വെല്ലസ്ലിയുമായി ബന്ധപ്പെട്ടതാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. 13ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ 12th 5-year പ്ലാൻ സ്റ്റാർട്ടഡ്, 12ാമത് പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ് ആരംഭിച്ചതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് 2012. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 5-year പ്ലാൻസ് ഒന്നും ഇല്ല, പകരം നീതി ആയോഗാണ്. നീതി ആയോഗ് ഏപ്രിൽ 1, 2017 തൊട്ട് ഏപ്രിൽ 1, 2017 മുതൽ 3-year ആക്ഷൻ പ്ലാൻ ആണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. 3-year ആക്ഷൻ പ്ലാൻ. 3-year ആക്ഷൻ പ്ലാൻ ഏപ്രിൽ 1, 2017 മുതൽ 3-year ആക്ഷൻ പ്ലാൻ ആണ് നീതി ആയോഗ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാര്യം ഓർത്തിരിക്കുക.
14ാമത്തെ ചോദ്യം, ന്യൂലി ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് USA on November 8, 2016. 2016 നവംബർ 8 അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ്. ഓപ്ഷൻ സി ഡൊണാൾഡ് ട്രംപ്. 15ാമത്തെ ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് കാകതിയ തെർമൽ പവർ പ്രോജക്റ്റ് എക്സിസ്റ്റഡ്. കാകതിയ തെർമൽ പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ തെലങ്കാന. ഓപ്ഷൻ എ തെലങ്കാന. തെലങ്കാനയിലാണ് കാകതിയ തെർമൽ പവർ പ്രോജക്റ്റ് എന്നോർത്തിരിക്കുക. 16ാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെന്റ് മെയ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ചമ്പാരൻ. ഓപ്ഷൻ ബി ചമ്പാരൻ. 17ാമത്തെ ചോദ്യം, വേർ ഡിഡ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്, ദ വേൾഡ്സ് ഒൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്, വാസ് ലൊക്കേറ്റഡ്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന നാഷണൽ പാർക്കായ കേബിൾ ലംജാവോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. മണിപ്പൂരിലാണ് കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത്. 18ാമത്തെ ചോദ്യം, വിച്ച് യൂണിവേഴ്സിറ്റി ഹാസ് ഡെവലപ്ഡ് ദ വേൾഡ്സ് ഫസ്റ്റ് ലൈറ്റ് സീക്കിംഗ് സിന്തറ്റിക് നാനോ റോബോട്ട്. ഏത് യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ലൈറ്റ് സീക്കിംഗ് സിന്തറ്റിക് നാനോ റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി യൂണിവേഴ്സിറ്റി ഓഫ് ഹോങ്കോങ്. ഓപ്ഷൻ ബി യൂണിവേഴ്സിറ്റി ഓഫ് ഹോങ്കോങ്. 19ാമത്തെ ചോദ്യം, ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോഞ്ച് സൈബർ പോലീസ് സ്റ്റേഷൻസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്സ് ഇൻ ഇന്ത്യ. ഏത് സംസ്ഥാനമാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത്. ഓർത്തിരിക്കുക. 20ാമത്തെ ചോദ്യം, നമ്പർ ഓഫ് ടിനാസ് മെൻഷൻഡ് ഇൻ സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിൽ എത്ര തിണകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് 5 തിണകൾ. 5 തിണകൾ. 21ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം കണ്ടുപിടിച്ചത് ആരാണെന്നാണ് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ഓർത്തിരിക്കുക. 22ാമത്തെ ചോദ്യം, വേർ ഈസ് ജോസ് മരിയ കോർഡോവ ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ്. ജോസ് മരിയ കോർഡോവ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി കൊളംബിയ. കൊളംബിയയിലാണ് ജോസ് മരിയ കോർഡോവ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 23ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കോസ്റ്റൽ പോർട്ട് സിറ്റി had trade relations with Yavanas situated on the bank of river പെരിയാർ. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഏത് കോസ്റ്റൽ പോർട്ട് സിറ്റിയാണ് പണ്ട് കാലത്ത് യവന്മാരുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി മുസിരിസ്. ഓപ്ഷൻ ഡി മുസിരിസ്. 24ാമത്തെ ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് അന്നപൂർണ രസോയ് പ്രോഗ്രാം to provide quality meal at cheap price for weaker sections of people was launched. അന്നപൂർണ രസോയ് പ്രോഗ്രാം ഏത് സംസ്ഥാനത്താണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ. 25ാമത്തെ ചോദ്യം, ദ ഹെഡ്ക്വാർട്ടർ ഓഫ് മലയാളം യൂണിവേഴ്സിറ്റി ഇൻ കേരള ഈസ് സിറ്റുവേറ്റഡ്. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് തിരൂർ. തിരൂരിലാണ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം. 26ാമത്തെ ചോദ്യം, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ മിൽക്ക് ഡേ. നാഷണൽ മിൽക്ക് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഏത് എന്നാണ് ചോദ്യം. ശരിയുത്തരം
ഓപ്ഷൻ സി ആണ് നവംബർ 26. നവംബർ 26 ദേശീയ മിൽക്ക് ഡേ. അടുത്ത ചോദ്യം, ഹു വാസ് ദ ലീഡർ ഓഫ് 1857 റിവോൾട്ട് ഇൻ ബറൌത്ത് പർഗാന ഇൻ ഉത്തർപ്രദേശ്? ബറൌത്ത് പർഗാന, ഉത്തർപ്രദേശിലെ ബറൌത്ത് പർഗാനയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചതാര് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ഷാമാൾ. ഷാമാൾ ആണ് ബറൌത്ത് പർഗാനയിൽ 1857 വിപ്ലവം നയിച്ചത്. 28ാമത്തെ ചോദ്യം, ഹു ഇംപ്ലിമെന്റഡ് ദ ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ സോവിയറ്റ് യൂണിയൻ? സോവിയറ്റ് യൂണിയനിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചതാര് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ജോസഫ് സ്റ്റാലിൻ. ഓപ്ഷൻ ബി ജോസഫ് സ്റ്റാലിൻ. 29ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ഇന്ത്യ ബിക്കേം എ മെമ്പർ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? ഇന്ത്യ WTOയുടെ മെമ്പറായ വർഷമേത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ശരിയുത്തരം 1995 ജനുവരി 1. ജനുവരി 1 1995 ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പർ ആയത്. ഓർത്തിരിക്കുക. 30ാമത്തെ ചോദ്യം, നെയിം ദ ഇവന്റ് വിച്ച് വാസ് ഫോളോവഡ് ആസ് എ പാർട്ട് ഓഫ് ആന്റി റൗലക്ട് സ്ട്രഗിൾ ഇൻ ഇന്ത്യ? റൗലക്ട് ആക്ടിന്റെ ഭാഗമായി അല്ലെങ്കിൽ റൗലക്ട് ആക്ട് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന സംഭവം ഏതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കർ ആണ് ആന്റി റവലക്ട് സ്ട്രഗിളിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന സംഭവം. 31ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ കുണ്ടറ പ്രൊക്ലമേഷൻ ഡിക്ലെയർഡ്? കുണ്ടറ വിളംബരം നടന്ന വർഷമേത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് 1809. 1809 കുണ്ടറ വിളംബരം നടന്ന വർഷം. ഓർത്തിരിക്കുക. 32ാമത്തെ ചോദ്യം, വിച്ച് കൺട്രീസ് കോഡ് പോയിറ്റ് വാസ് അതുല ഇൻ ദ ഏൻഷ്യന്റ് കേരള? അതുലൻ ഏത് രാജവംശത്തിന്റെ സദസ്സിലെ കവിയായിരുന്നു എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഏഴിമല. ഓപ്ഷൻ എ ഏഴിമല. 33ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് സ്വദേശി പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ടഡ് ബൈ ചാവറ കുര്യാക്കോസ് ഏലിയാസ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആരംഭിച്ച ആദ്യത്തെ സ്വദേശി പ്രിന്റിംഗ് പ്രസ് എവിടെയാണ് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് മാന്നാനം. മാന്നാനത്താണ് ആദ്യത്തെ സ്വദേശി പ്രിന്റിംഗ് പ്രസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് സ്ഥാപിച്ചത്. 34ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി പ്രിന്റഡ് ഇൻ മലയാളം? മലയാളത്തിൽ പ്രിന്റ് ചെയ്ത ആദ്യത്തെ ബുക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. 35ാമത്തെ ചോദ്യം, വിച്ച് ഇന്ത്യൻ റിവർ ഈസ് നോൺ ആസ് സാങ്പോ ഇൻ ചൈന? ചൈനയിൽ സാങ്പോ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ചൈനയിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. 36ാമത്തെ ചോദ്യം, ഹു വാസ് ദ എക്സ്പോണന്റ് ഓഫ് അയ്യാവഴി സിസ്റ്റം ഓഫ് ബിലീഫ്? അയ്യാവഴി സിസ്റ്റം ഓഫ് ബിലീഫ് ഉപജ്ഞാതാവ് ആര് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. 37ാമത്തെ ചോദ്യം, ദ ടോളസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ മൗണ്ടെയ്ൻസ്? ഹിമാലയ മൗണ്ടെയ്ൻസിലെ ടോളസ്റ്റ് പീക്ക് ഏതാണെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ്. 38ാമത്തെ ചോദ്യം, വിച്ച് പ്ലാനറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബിഗ് റെഡ് സ്പോട്ട് ഓൺ ഇറ്റ്? ഏത് ഗ്രഹത്തിലാണ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നതാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ജൂപ്പിറ്റർ. വ്യാഴത്തിലാണ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്. എല്ലാവരും അത് ഓർത്തിരിക്കുക. 39ാമത്തെ ചോദ്യം,
വിച്ച് യൂണിവേഴ്സിറ്റി ഈസ് റീനെയിംഡ് ആസ് കേരള യൂണിവേഴ്സിറ്റി? കേരള യൂണിവേഴ്സിറ്റി എന്ന് പേര് മാറ്റിയ യൂണിവേഴ്സിറ്റി ഏത് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയാണ് പിൽക്കാലത്ത് കേരള യൂണിവേഴ്സിറ്റി എന്ന് മാറ്റം ഉണ്ടായത്, ഓർത്തിരിക്കുക. 40ാമത്തെ ചോദ്യം, ഹു റോട്ട് പ്രാചീന മലയാളം? പ്രാചീന മലയാളം എഴുതിയതാര് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എഴുതിയത്. 41ാമത്തെ ചോദ്യം, ദ ദ്രോണാചാര്യ അവാർഡ് വാസ് ഗിവൺ ടു? ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നതെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി, കോച്ചസ്. പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്, പ്രത്യേകം ഓർത്തിരിക്കുക. 42ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു വോക്ക് ഓൺ ദ മൂൺ? ചന്ദ്രനിൽ നടന്ന ആദ്യ വ്യക്തി. ചന്ദ്രനിൽ നടന്ന ആദ്യ വ്യക്തി. ശരി ഉത്തരം ഓപ്ഷൻ ബി, നീലാംസ്ട്രോങ്. ഓപ്ഷൻ ബി, നീലാംസ്ട്രോങ്. 43ാമത്തെ ചോദ്യം, ദ പാസ് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ എൻഡ് ഓഫ് നീലഗിരി ഹിൽസ് ഇൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ നീലഗിരി ഹിൽസിന്റെ തെക്കേറ്റത്ത് കാണപ്പെടുന്ന പാസ് ഏതെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പൽഗഡ് ഗ്യാപ്പ്. ഓപ്ഷൻ ഡി, പൽഗഡ് ഗ്യാപ്പ്. 44ാമത്തെ ചോദ്യം, ഹു ഇൻവെന്റഡ് ദ സ്റ്റീം എഞ്ചിൻ? സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ട് ആണ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. 45ാമത്തെ ചോദ്യം, ന്യൂമിസ്മാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ്? ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ എ, കോയിൻസ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്, പ്രത്യേകം ഓർത്തിരിക്കുക. 46ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് സെൻഡ് ഇൻ ടു സ്പേസ്? സ്പേസിലേക്ക് അയച്ച ആദ്യ സാറ്റലൈറ്റിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ എ, സ്പുട്നിക്. ഓപ്ഷൻ എ, സ്പുട്നിക്. 47ാമത്തെ ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ? പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി, മാനോമീറ്റർ. ഓപ്ഷൻ ബി, മാനോമീറ്റർ. മാനോമീറ്റർ ആണ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 48ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ബോർഡർ ലൈൻ ദാറ്റ് സെപ്പറേറ്റ്സ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ എ, റാഡ്ക്ലിഫ് ലൈൻ. ഓപ്ഷൻ എ, റാഡ്ക്ലിഫ് ലൈൻ. 49ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ വേൾഡ് അമച്ചർ ബില്യാർഡ്സ് ടൈറ്റിൽ? വേൾഡ് അമച്ചർ ബില്യാർഡ്സ് ടൈറ്റിൽ കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ആര് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി, വിൽസൺ ജോൺസ്. ഓപ്ഷൻ സി, വിൽസൺ ജോൺസ്. 50ാമത്തെ ചോദ്യം, വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഈസ് സിറ്റുവേറ്റഡ്? നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി, ന്യൂഡൽഹി. ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 51ാമത്തെ ചോദ്യം, ദ കോഡ് നെയിം ഓഫ് ദ ഫസ്റ്റ് വെഹിക്കിൾ ഡ്രിവൺ ബൈ മാൻ ഓൺ ദ മൂൺ സർഫസ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഉപയോഗിച്ച വാഹനത്തിന്റെ കോഡ് നെയിം ഏത് എന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി, റോവർ. ഓപ്ഷൻ ബി, റോവർ. 52ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ IT ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ എ, 2000. ഓപ്ഷൻ എ, 2000. 53ാമത്തെ ചോദ്യം,
The fear of being out of mobile phone contact is known as. The fear of being out of mobile phone contact is known as option C, nomophobia. Nomophobia. 54ാമത്തെ ചോദ്യം. In which place mortuary temple of Seti I located? mortuary temple of Seti I എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഈജിപ്ത്. ഓപ്ഷൻ ഡി, ഈജിപ്ത്. 55ാമത്തെ ചോദ്യം. In which country recently conducted the first brain implantation? ആദ്യമായി ബ്രെയിൻ ഇംപ്ലാന്റേഷൻ ചെയ്ത രാജ്യമേത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് ആണ് റീസെൻ്റ് ആയിട്ട് ഫസ്റ്റ് ബ്രെയിൻ ഇംപ്ലാന്റേഷൻ നടത്തിയത്. അത് വിജയകരവുമായിരുന്നു, പ്രത്യേകം ഓർത്തിരിക്കുക. 56ാമത്തെ ചോദ്യം. നെയിം ദ ഐഡന്റിറ്റി കാർഡ് given to artisans in Gujarat for national recognition. Name the identity card given to artisans in Gujarat for national recognition. നാഷണൽ റെക്കഗ്നിഷന് വേണ്ടി ഗുജറാത്തിലെ ആർട്ടിസാൻസിന് നൽകുന്ന ID കാർഡാണ് ഓപ്ഷൻ സി, പെഹ്ചാൻ. ഓപ്ഷൻ സി, പെഹ്ചാൻ. 57ാമത്തെ ചോദ്യം. Who was appointed as the sub-collector of Talasheri to suppress the revolt of പഴശ്ശിരാജ? പഴശ്ശിരാജയുടെ റിവോൾട്ട് അടിച്ചമർത്താൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെട്ട സബ് കളക്ടർ ആരെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി, TH ബാബർ. 58ാമത്തെ ചോദ്യം. Name the robot has been introduced by Kumbakonam-based City Union Bank to improve customer service. കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുംഭകോണം ബേസ്ഡ് ആയിട്ടുള്ള സിറ്റി യൂണിയൻ ബാങ്കിൽ കൊണ്ടുവന്ന റോബോട്ട് ഏത് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, CUB ലക്ഷ്മി. 59ാമത്തെ ചോദ്യം. Name the revolutionary Cuban leader who died on 25th November 2016. 2016 നവംബർ 25 അന്തരിച്ച ക്യൂബൻ വിപ്ലവകാരിയായ നേതാവ് ആരെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഫിഡൽ കാസ്ട്രോ. 60ാമത്തെ ചോദ്യം. In which year NABARD was established? നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതെന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി, 1982. 1982 നബാർഡ് നിലവിൽ വന്നത്. ഇതോടെ 60 GK ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.